നമസ്കാരം. ടെമ്പിൾ ഡിവിനിറ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുമേനി, ഈ കൈവിഷബാധ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് കൈവിഷബാധ ഏറ്റുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ പരിഹാരം എന്തൊക്കെയാണെന്ന് പറയാമോ? കൈവിഷബാധ എന്ന് പറയുമ്പം ശരിക്കും വശീകരണത്തിനോ, അതായത് ശത്രുനാശനത്തിനോ, ഇതിനെല്ലാത്തിനായിട്ട് ആഹാരങ്ങളിലോ പാനീയങ്ങളിലോ മന്ത്രബദ്ധമായ, അതായത് പാനീയങ്ങളിലോ രഹസ്യമായി ചേർത്ത് നൽകുന്ന ഒരു മന്ത്രബദ്ധമായ മരുന്നാണ് കൈവിഷം. അത് പ്രത്യേകം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പം എൻ്റെ അമ്പലങ്ങളിൽ പോലും ഒരുപാട് പേര് ഇതിന് തിരുമേനി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര്, അനവധി ജനങ്ങൾ വരുന്നുണ്ട്, വിശ്വാസക്കാരെല്ലാവരും വരുന്നുണ്ട്. അപ്പം ഇത് പ്രധാനമായിട്ടും വശ്യം, ലാഭം, അടിമപ്പെടുത്തുക, ദ്രോഹം, വിവിധ ഉദ്ദേശങ്ങൾക്കായിക്കൊണ്ടെല്ലാം കൈവിഷം ചെയ്തു വരാറുണ്ട്. കേരളത്തിലെ പഴയ വിശ്വാസപ്രകാരം ഇഷ്ടപ്പെട്ട പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ഇവരെ സ്വന്തമാക്കാനും കൈവിഷം, അതായത് ആഹാരത്തിൽ മരുന്ന് കൊടുത്ത് കൈവിഷം, അതായത് വശീകരിക്കുന്നതിന് വേണ്ടി ഇത് ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട് ശരിക്കും. അപ്പം ഇതിന്, അതായത് ഇത് നമ്മളിപ്പോൾ കൊടുത്തു കഴിയുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ദഹിക്കാത്ത കാലത്തോളം, അതായത് നമ്മളിപ്പോൾ ആഹാരം സാധാരണ കഴിച്ചാൽ പോലും നമുക്ക് ദഹിക്കാത്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇത്രയും മന്ത്രബദ്ധായ ഈ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ഇത് ദഹിക്കാതെ ആരാണോ ഇത് സേവിക്കുന്നത് ആ അദ്ദേഹത്തിൻ്റെ ഇതിൽ ദഹിക്കാത്ത കാലത്തോളം ഇതിൽ നിന്നും, അതായത് ആരാണോ ഇത് ചെയ്തത് ആ മറുകക്ഷിയിൽ നിന്ന് ഇദ്ദേഹത്തിനൊരു മോചനം ഇല്ല. കാരണം ഇത് ദഹിക്കാതെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സാധാരണ മിണ്ടുന്ന പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിൽ അതേ ആഹാരം വേണ്ട എന്നുള്ള രീതിയിലെല്ലാം ഇത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വശീകരണം, നാശം, ഉപദ്രവിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ കൈവിഷം കൊടുക്കുന്നത്. അത്രയും പവർഫുള്ളാണ് നമ്മൾ ഈ കൊടുക്കുന്ന സാധനം. അതായത് അതിൻ്റെ രീതിക്ക് ചെയ്താണ്, മന്ത്രബദ്ധം അതാണ് പറയുന്നത്. ആ രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിന് ഇപ്പോൾ പ്രതിവിധി എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വൈദ്യൻ ഇതിന് മറുമരുന്ന് കൊടുക്കും, അതായത് പ്രതിമരുന്നായിട്ട് കൊടുക്കും. ഇത് ഛർദ്ദിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് പ്രതിമരുന്നായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന വഴി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മുക്തി നേടാം. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് പേർക്ക് അറിയണ്ടാവും, ഇനി അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. ഇപ്പം കേരളത്തിലെ ചേർത്തലയുള്ള തിരുവീഴ മഹാദേവ ക്ഷേത്രം, ഇതിന് അവസാനത്തെ ഒരു വാക്കെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കൈവിഷത്തിന് അവസാനത്തെ ഒരു വാക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അവിടെ കൊടുക്കുന്ന, അതായത് ഭഗവാന് നേദിച്ചിട്ടാണ് കൊടുക്കുക. അത് ശരിക്കൊരു വിഷമാണ്. അപ്പോൾ അത് പ്രത്യേക ചെടിയൊക്കെയാണ്. ആ ചെടിയുടെ പേരൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് അമ്പലത്തിൻ്റെതായിട്ടുള്ളതാണ്. അപ്പോൾ ആ ചെടിയിൽ നിന്നാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഭഗവാന് നേദിച്ചിട്ട് അത് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെപ്പറേറ്റഡ് ആയിട്ട് പറമ്പുണ്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രദക്ഷിണ വഴിയിൽ കൂടെയൊക്കെ ആയിരുന്നു ഈ ഛർദ്ദിച്ചുകൊണ്ട് നടന്നതൊക്കെ. പിന്നെ അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അത് അമ്പലം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം വേറൊരു പറമ്പിലോട്ട് ഇത് മരുന്ന് സേവിച്ച് കഴിഞ്ഞാൽ ആ പറമ്പിലോട്ട് പോവുക, ഛർദ്ദിക്കുക, അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കുക. കാരണം മൊത്തം ഛർദ്ദിക്കണം എന്നാലും ഇത് പോകത്തുള്ളൂ. അപ്പോൾ വെള്ളം കുടിക്കുക, ഛർദ്ദിക്കുക, വെള്ളം കുടിക്കുക, ഛർദ്ദിക്കുക, ഈ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ എൻഡാണ് ശരിക്കും പറയാച്ചാൽ. ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ കൈവിഷം അവസാനത്തെ വാക്കെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. തിരുവീഴ മഹാദേവ ക്ഷേത്രം ചേർത്തലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടുത്തെ മഹാദേവന് നേദിച്ചതിന് ശേഷം ഇത് കൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അല്ലാതെ ഇത് സേവിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മരിച്ചു പോകും. അത്രയും വിഷമാണ്. അപ്പം അതേപോലെ ഭഗവാനും അതേപോലെ അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നേദിക്കാതെ കണ്ടിത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്ന ആരോ അദ്ദേഹം മരിച്ചു പോകുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ മരിച്ചിട്ടുമുണ്ട്, ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, മരിച്ചിട്ടുമുണ്ട്. അവിടെ തന്നെ അത് നടന്നിട്ടുണ്ട്. അപ്പം ഭഗവാന് നേദിച്ചിട്ട് ഇത് കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ ഇത് ഛർദ്ദിക്കുന്നത് വഴി നമുക്ക് ഈ കൈവിഷം ഒഴിവാക്കാൻ പറ്റും. ഇത് ശരിക്കും അഗതതന്ത്രം എന്ന് പറയുന്ന ആയുർവേദ ചികിത്സയായിട്ട് ബന്ധമുണ്ട്. ഈ ഒരു ചികിത്സ അഗതതന്ത്രം എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധമുള്ള ഒന്നാണ് കൈവിഷം എന്ന് പറയുന്നത്.